ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ വലിയൊരു നന്ദി പറയുകയാണ് നിങ്ങൾ എല്ലാവരോടും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അനാർക്കലി എന്നുള്ള ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ഫോൺ കോളുകളും അതേപോലെ തന്നെ എൻക്വയറീസും ഓർഡേഴ്സും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഫോൺ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം പോലെ നോക്കി അതിന് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയധികം ഇൻഗ്രീഡിയൻസും മുടിയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ഉൾക്കൊള്ളിച്ചുള്ള ഹെയർ ഓയിലാണ്. നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ വളരെയധികം സമയമെടുത്ത് നാച്ചുറലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് വെളിച്ചെണ്ണയിൽ നല്ല നമ്മൾ നാടൻ വെളിച്ചെണ്ണ, അതായത് നമ്മൾ ചക്കിൽ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. മിക്ക ആളുകൾക്കും രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഫംഗസ്, അതേ ചൊറിച്ചിൽ, ഇതെല്ലാം മാറി മുടി സമൃദ്ധമായിട്ട് വളരുകയും മുടി പൊട്ടിപ്പോകുന്നത് മാറ്റിയെടുക്കാനും താരൻ ഇല്ലാതാക്കാനും അകാല നിര സംഭവിക്കാതിരിക്കാനും ഒക്കെ ഉപയോഗപ്രദമായ ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി എന്ന് പറയുന്ന ഈ ഒരു ഹെയർ ഓയിൽ. അപ്പൊ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ച് 3 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ താരനിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ്. ഇത് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് നിങ്ങൾക്ക് പുതിയ മുടി വളരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു എണ്ണ നിങ്ങൾ തേക്കുന്ന സമയത്ത് കയ്യിലേക്ക് എടുത്ത് കയ്യിൽ തന്നെ വെച്ചിട്ട് കൈ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂടായി കിട്ടും. എന്നിട്ട് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ്. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്നാ നോക്കാം. ഇത് ഒരു ചെമ്പിന്റെ പാത്രത്തിന്റെ അടിഭാഗത്തെ കറയാണ് കേട്ടോ. നമ്മൾ ഉരച്ചു നോക്കിയിട്ടൊന്നും പോവാത്ത കറയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പുളിച്ചിട്ടുള്ള മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പുളി ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ മോരിന്റെ പുളി ആയിരിക്കും. നമുക്ക് എന്താ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ പുളിക്കില്ലേ, അത്തരത്തിലുള്ള പുളിച്ചിട്ടുള്ള മോരുണ്ടെങ്കിൽ കളയണ്ട. അത് മോരൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്തി കൊടുക്കുക. ഞാനിപ്പോൾ അത് അങ്ങനെ പൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 2 ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. മോര് ഏകദേശം ഒരു കപ്പിൽ കൂടുതലുണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ കറ പിടിച്ചിട്ടുള്ള അടിയിൽ നല്ല തിക്കായിട്ട് കറ പിടിച്ചിട്ടുള്ള ചെമ്പുണ്ടല്ലോ, ആ ചെമ്പ് ഈ ഒരു മോരിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ കറ കളയാനായിട്ട് വെക്കുന്ന പാത്രം ആ മോരിൽ മുങ്ങി നിൽക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ചെമ്പിന്റെ അടിഭാഗത്തുള്ളത് ആ മോരിൽ നന്നായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം നമുക്കത് എടുക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ട് ഞാനത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് കമഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ സോപ്പോ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. വെറും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ഉരച്ചു കൊടുക്കണം. ഏകദേശം നന്നായിട്ട് അത് നല്ല രീതിയിൽ അത് ഇളകി വരുന്നുണ്ട് കേട്ടോ. സ്ക്രബ്ബർ വെച്ച് നമ്മൾ സോപ്പോ മറ്റു ലിക്വിഡുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സ്ക്രബ്ബർ വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ അതും നല്ല സ്ട്രോങ് ആയിട്ട് ഉരയ്ക്കുന്നൊന്നുമില്ല. ഒന്ന് സ്പീഡാക്കി കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കുറച്ച് ഫാസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉരച്ച് പ്രഷർ ചെയ്ത് ഉരയ്ക്കുന്ന പോലെ തോന്നുമായിരിക്കും. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാനത് ഉരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേണ്ട ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്തിന് അത് ക്ലീൻ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇനി നമുക്ക് സൈഡിലും കൂടി നന്നായിട്ട് ഉരച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ചെമ്പിന്റെ അടിഭാഗത്ത് പിടിച്ചുള്ള കറയും കരിയും ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത്രയും സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ആ കറയും അഴുക്കും അതിൽ പിടിച്ചുള്ള കരിയൊക്കെ പോയി കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള പാത്രങ്ങളിൽ ഈ ഒരു മോര് വെച്ചിട്ട് ചെയ്ത് നോക്കൂ. നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയാൽ തന്നെ ജലദോഷവും കഫക്കെട്ടും തുമ്മലൊക്കെ വരാറില്ലേ, പനി പിടിക്കുകയും ചെയ്യും. അപ്പൊ ചെറിയ പീസ് ഇഞ്ചി എടുക്കുക. തൊലി നീക്കാതെ വേണം കേട്ടോ ഇഞ്ചി എടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി എടുത്താൽ മതി. പിന്നെ അതിന്റെ കൂടെ വേണ്ടത് കുരുമുളകാണ്. ഒരു 10 മണി കുരുമുളകുകളും എടുക്കാവുന്നതാണ്. ഒരു വലിയ പീസ് ഇഞ്ചി ആയതുകൊണ്ട് ഞാൻ അതൊന്ന് മുറിച്ചിട്ട് അതിന്റെ പകുതി പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന്റെ തൊലി കളയാണ്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ തൊലിയിൽ അത്രയധികം ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് കുരുമുളകും ഒന്ന് ചതഞ്ഞ് കിട്ടണം. എന്നാൽ പൊടിയണ്ട, ഒന്ന് ചതയണം. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ദിവസവും രാവിലെ നമ്മൾ കോഫി അല്ലെങ്കിൽ ടീ കുടിക്കാറുണ്ടാവും. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ വെറും വയറ്റിൽ
ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ജലദോഷവും ചുമയും കഫക്കെട്ട് അതേപോലെ തന്നെ തുമ്മല് ഇത്തരത്തിലുള്ള ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ചതച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 2 പേർക്ക് കുടിക്കാൻ പാകത്തിനാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് ഒരു അല്പം മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തണ്ട, പനശർക്കര ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് ആ ഇഞ്ചിയുടെ തൊലിയൊക്കെ വേണം കേട്ടോ അതിൽ. അതേപോലെ തന്നെ ഇഞ്ചി ഒന്ന് വേവും വേണം. ദിവസവും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹനക്കേടിന്റെ പ്രശ്നം വരില്ല കേട്ടോ. അതേപോലെ തന്നെ തുമ്മല്, ജലദോഷം, ചുമ ഇതൊന്നും വരില്ല. അപ്പൊ നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് ഇത് കുടിക്കാം കേട്ടോ. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചി വെന്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ആ ഇഞ്ചിയും കൂടി കടിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ആ ഒരു എരിവൊന്നും ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് വെന്തതല്ലേ, ഈ ഒരു ചെറിയ മധുരത്തിന്റെ കൂടെ കഴിക്കാനും നന്നായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ദിവസവും കുടിക്കാം. ഈ ഒരു മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. മഴക്കാല രോഗങ്ങൾക്കൊപ്പം തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊന്നാണ് കൊതുക് ശല്യം. ഈ കൊതുകിന്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അലർജി പ്രശ്നങ്ങൾ വരാറുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ള വീടുകളിൽ നമ്മൾ അത്തരം കെമിക്കലുകൾ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ചകിരിനാരാണ്. ചകിരിനാര് എടുത്തിട്ടുണ്ട്. ചെറിയൊരു മണ്ണിന്റെ വിളക്കിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു കർപ്പൂരത്തിന്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ആദ്യം. ആ ചകിരി ഒന്ന് കത്തി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 2-3 ഗ്രാമ്പു വെച്ച് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പു പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് തട്ടുന്ന സമയത്ത് കത്തുന്നതാണ്. അപ്പൊ ആ ഗ്രാമ്പു കത്തി തുടങ്ങി കഴിഞ്ഞാൽ നല്ല പുക വരും. അതിന്റെ ഒരു സ്മെല്ല് കൊതുകിന് ഒട്ടും തന്നെ ചേരില്ല. പെട്ടെന്ന് തന്നെ കൊതുക് ആ ഒരു പ്രദേശം വിട്ടു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നത് വെച്ചാൽ ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം കത്തി അതിന്റെ പുകയുടെ ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ കൊതുകുകൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഗ്രാമ്പും ചെറിയ ജീരകത്തിന്റെയും കൂടി സ്മെല്ല് കലർന്നുള്ള ആ ഒരു പുക പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും കൊതുക് ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു തരത്തിലുള്ള കെമിക്കലിന്റെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡും കൂടിയാണ്. ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും നന്നായിട്ട് കറ പിടിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇരുമ്പിന്റെ ഒക്കെ കറ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ കഴുകിയാലും അത് പോവില്ല. അപ്പൊ എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഞാൻ കറ പിടിച്ചത് കാരണം ഒഴിവാക്കിയിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ആ ചുരിദാറിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ട്. താഴ്ഭാഗത്തും അതിന്റെ സെൻട്രൽ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഇങ്കായിട്ടും പിന്നെ വേറെ പല കറകളും പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. പുളിയുള്ള മോര് തന്നെ എടുക്കണം. നമ്മൾ തൈരോ ലൈറ്റ് പുളിയുള്ളതല്ല, നല്ലതുപോലെ പുളിച്ചിട്ട് ഭയങ്കര വായിൽ വെക്കാൻ പറ്റാത്ത പുളി ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള മോര് എടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വേണം അതിനെ എടുക്കാം കേട്ടോ. അത് അളവൊന്നുമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സോപ്പ് പൊടി അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സോപ്പൊക്കെ ഒന്ന് കുറച്ച് അലിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു പാത്രം എടുക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് കറ പിടിച്ചിട്ടുള്ള ആ തുണിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആ കറയുള്ള ഭാഗത്ത് മാത്രമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് നനച്ചു കൊടുക്കുക. ആ ഒരു മോരും സോപ്പിന്റെ ആ ഒരു അംശം നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അത് അതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി പോകുന്ന കേട്ടോ. ഇതിന്റെ ഈ ഒരു കറ കളയുന്നതിന് വേണ്ടി ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോവാത്ത കറയാണ് കേട്ടോ. നല്ല പുളിച്ച മോര് തന്നെ എടുക്കണം. അത് എടുത്താലാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 15 മിനിറ്റ് ഒക്കെ അത് ഒഴിച്ചിട്ട് വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പൊ തുണിയുടെ കളറിൽ ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ചുരിദാറിന്റെ ഒരു ചില ഭാഗത്ത് ഇതുപോലെ ഒരു കറുപ്പ് കളറിൽ കറ വന്നിട്ടുണ്ട്. അതിലും കൂടി ഞാനൊരു 10 മിനിറ്റോളം ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഉരച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ക്ലീൻ ആക്കി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ ഡ്രസ്സിൽ ഇരുമ്പിന്റെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇരുമ്പിന്റെ കറയൊക്കെ ഈ ഒരു മോരിന്റെ പുളി തട്ടുമ്പോൾ തന്നെ റിമൂവ് ആയി പോകുന്നതാണ്. അതേപോലെ തന്നെ ഇങ്കിന്റെ കറ ഉണ്ടെങ്കിലും അതും പോയി കിട്ടും. ഡ്രസ്സിലുള്ള കറ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഇനി അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് കോട്ടന്റെ തുണിയും വേണം. പിന്നെ ഇതുപോലെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം.
അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തുണി ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് ചെറിയ വീതിയിലൊന്ന് മടക്കിയതിന് ശേഷം അതിനൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് ഞാൻ മടക്കി റോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കപ്പ് ഇടല്ലോ, ആ കപ്പിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ആ റോൾ ചെയ്ത തുണി ഇതുപോലെ അതിനുള്ളിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്ന വിക്സ് ആണ്. വിക്സ് കുറച്ച് എടുത്തതിന് ശേഷം ആ തുണിയുടെ മുകളിലേക്ക് ആ വിക്സ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. വിക്സിന് ആ തുണിയിൽ നന്നായിട്ട് ആ വിക്സ് ഒന്ന് നന്നായിട്ട് ആവണം എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് ഈ വിക്സിന്റെ മുകളിലേക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലതുപോലെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മളെങ്ങാനും കപ്പ് ചെരിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ തുണി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടിൽ നനഞ്ഞ് കിട്ടണം എന്ന് മാത്രം. ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാലേ കുട്ടികൾക്ക് തുമ്മലും ജലദോഷവും പനിയൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇതുപോലെ കപ്പിൽ ചൂടുവെള്ളം ഒഴിച്ച് വിക്സ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആവി പിടിക്കാൻ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് ആവി പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കുറച്ചും കൂടി ഒക്കെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ അതൊന്ന് വരുന്ന ചൂടും അതിന്റെ ആവിയൊക്കെ കുറച്ചും കൂടി സമയം നമുക്കത് ആവി പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികളാണ് ആവി പിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആ തുണി മാത്രം നനഞ്ഞാൽ മതി. അവർ ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് അവരുടെ ഫേസിന്റെ അടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ അവർക്ക് ഒരു മൂക്കടപ്പോ അല്ലെങ്കിൽ തുമ്മലിന്റെയോ പനിയുടെയോ ജലദോഷത്തിന്റെയൊക്കെ ഒരു സിംറ്റംസ് ഉണ്ടെച്ചാൽ അത് ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മെത്തേഡാണ് ഇത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.